അപ്പോൾ നമ്മളിപ്പോൾ 2024 ഏപ്രിലെ കറണ്ട് അഫെയർസാണ് നോക്കുന്നത്. അതിലൊരു 40 ക്വസ്റ്റ്യൻസ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് ഒരു വീഡിയോയിൽ. അപ്പോൾ അത് കണ്ടതിന് ശേഷം ഇത് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. നോക്കാം. 2024 മിയാമി ഓപ്പൺ ടെന്നീസ് ടൂർണമെൻറ്റിൽ ഡബിൾസ് കിരീടം നേടിയത് രോഹൻ ബൊപ്പണ്ണ, മാക് എബ്ഡൻ. സ്റ്റോക്ക്ഹോം ഇൻ്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ റിപ്പോർട്ട് പ്രകാരം സൈനിക ആവശ്യങ്ങൾക്കായി ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കുന്ന രാജ്യം അമേരിക്ക. സൈനിക ആവശ്യങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കുന്നത് അമേരിക്കയാണ്. അതിൽ ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് 4. കഴിഞ്ഞ 75 വർഷത്തിനിടയിൽ ദുബായിലെ ഏറ്റവും ഉയർന്ന മഴയ്ക്ക് കാരണമായ കാലാവസ്ഥാ പരീക്ഷണം ക്ലൗഡ് സീഡിംഗ് ആണ്. കഴിഞ്ഞ 75 വർഷത്തിനിടയിൽ ദുബായിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും ഉയർന്ന മഴയ്ക്ക് കാരണമായിട്ടുള്ള കാലാവസ്ഥാ പരീക്ഷണം. 2024 ഏപ്രിലിൽ പൊട്ടിത്തെറിച്ച റുവാങ് അഗ്നിപർവ്വതം ഏത് രാജ്യത്താണ്? ഇന്തോനേഷ്യ. എന്താണ് പർവ്വതത്തിൻ്റെ പേര്? റുവാങ്. ഇന്തോനേഷ്യയിലാണുള്ളത്. 2024 ICC T20 ലോകകപ്പിൻ്റെ ബ്രാൻഡ് അംബാസഡറായി തിരഞ്ഞെടുക്കപ്പെട്ടവർ 3 പേരാണുള്ളത്. ഇന്ത്യൻ ക്രിക്കറ്റ് താരം യുവരാജ് സിംഗ്, ഉസൈൻ ബോൾട്ട്, ക്രിസ് ഗെയിൽ. ഇവരാണ് 2024 ICC T20 ലോകകപ്പിൻ്റെ ബ്രാൻഡ് അംബാസഡേഴ്സ്. 2024 ഏപ്രിലിൽ ഊർജ പ്രതിസന്ധി കാരണം അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യം ഇക്വഡോർ. 2024 ഏപ്രിലിൽ ഊർജ പ്രതിസന്ധി കാരണം അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യം ഇക്വഡോറാണ്. 2024 ഏപ്രിലിൽ മനുഷ്യനിൽ H5N1 പക്ഷിപ്പനി സ്ഥിരീകരിച്ചത് ഏത് രാജ്യത്താണ്? USA. മനുഷ്യനിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചത് USA-യിലാണ്. 2024 ലോക ആരോഗ്യ ദിനത്തിൻ്റെ പ്രമേയം മൈ ഹെൽത്ത് മൈ റൈറ്റ്. മൈ ഹെൽത്ത് മൈ റൈറ്റ് എന്നാണ് 2024 ലോക ആരോഗ്യ ദിനത്തിൻ്റെ പ്രമേയം. ലോകാരോഗ്യ ദിനം എന്നാണ് ഏപ്രിൽ 7. ലോകാരോഗ്യ സംഘടനയുടെ റിപ്പോർട്ട് പ്രകാരം ലോകത്തെ ഏറ്റവും കൂടുതൽ ഹെപ്പറ്റൈറ്റിസ് രോഗബാധിതരുള്ള രാജ്യം ചൈന. ലോകത്തെ ഏറ്റവും കൂടുതൽ ഹെപ്പറ്റൈറ്റിസ് ബാധിതരുള്ളത് ചൈനയിലാണ്. അതിൽ 2ാം സ്ഥാനത്താണ് നമ്മുടെ രാജ്യം ഇന്ത്യ. ലോക ഓട്ടിസം ബോധവൽക്കരണ ദിനം ഏപ്രിൽ 2. 2024 പബ്ലിക് ലൈബ്രറി ഓഫ് സയൻസ് തയ്യാറാക്കിയ സൈബർ ക്രൈം ഇൻഡെക്സ് പ്രകാരം 1ാം സ്ഥാനത്തുള്ള രാജ്യം റഷ്യ. അതിൽ ഇന്ത്യയുടെ സ്ഥാനം 10. 2024 ഏപ്രിലിൽ ഇന്ത്യ ബ്രഹ്മോസ് മിസൈൽ നൽകിയ രാജ്യം ഫിലിപ്പൈൻസ്. കാൻ ഫിലിം ഫെസ്റ്റിവൽ മത്സര വിഭാഗത്തിൽ പാം ഡിയോർ 30 വർഷങ്ങൾക്ക് ശേഷം ഉൾപ്പെട്ട ഇന്ത്യൻ സിനിമ ഓൾ വി ഇമാജിനാസ് ലൈറ്റ്. സംവിധാനം ചെയ്തിട്ടുള്ളത് പായൽ കബാഡിയാണ്. 2024 3ാമത്തെ ലതാ മങ്കേഷ്കർ പുരസ്കാരത്തിന് അർഹനായത് അമിതാഭ് ബച്ചൻ. 2024 ഏപ്രിലിൽ മരണപ്പെട്ട ഇന്ത്യൻ മനഃശാസ്ത്ര അപഗ്രഥനത്തിൻ്റെ പിതാവ് എന്ന് വിളിക്കപ്പെടുന്ന വ്യക്തി സുധീർ കാക്കർ. 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസം ലക്ഷ്യമിട്ട് കേന്ദ്ര വനിതാ ശിശു മന്ത്രാലയം അങ്കണവാടികളിലൂടെ നടപ്പിലാക്കുന്ന പാഠ്യപദ്ധതി ആധാർശില. ആധാർശില എന്നത് 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസം ലക്ഷ്യമിട്ട് കേന്ദ്ര വനിതാ ശിശു മന്ത്രാലയം അങ്കണവാടികളിലൂടെ നടപ്പിലാക്കുന്ന പാഠ്യപദ്ധതിയാണ്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസത്തിന് നൽകിയിരിക്കുന്ന പേര് ഡസ്റ്റ്ലിക്ക്. വെള്ളത്തിൽ നിന്ന് മൈക്രോ പ്ലാസ്റ്റിക് നീക്കം ചെയ്യുന്നതിന് ഒരു സുസ്ഥിര ഹൈഡ്രോജൽ വികസിപ്പിച്ചെടുത്ത സ്ഥാപനം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ്, ബാംഗ്ലൂർ. ഹരിത നോബൽ എന്നറിയപ്പെടുന്ന ഗോൾഡ് മാൻ പരിസ്ഥിതി പുരസ്കാരം 2024 അർഹനായ ഇന്ത്യൻ പരിസ്ഥിതി പ്രവർത്തകൻ അലോക് ശുക്ല. ഛത്തീസ്ഗഡുകാരനാണ്. ഇന്ത്യക്കാരനായ ആദ്യ ബഹിരാകാശ ടൂറിസ്റ്റ് ഗോപി ചന്ദ് തോട്ടക്കുറ. രാകേഷ് ശർമ്മയ്ക്ക് ശേഷം ബഹിരാകാശത്ത് എത്തുന്ന 2ാമത്തെ ഇന്ത്യക്കാരൻ എന്ന ബഹുമതിയും അദ്ദേഹം ഇതിലൂടെ സ്വന്തമാക്കി. ഇന്ത്യൻ സൈന്യത്തിൻ്റെ ഏത് ദൗത്യത്തിൻ്റെ 40ാം വാർഷികമാണ് 2024 ഏപ്രിൽ 13 ആചരിക്കപ്പെട്ടത്?
ഓപ്പറേഷൻ മേഘദൂത്. ഓപ്പറേഷൻ മേഘദൂതിൻ്റെ 40ാം വാർഷികമായിരുന്നു 2024 ഏപ്രിൽ 13. സിയാച്ചിൻ മലനിരകളിൽ ആധിപത്യം സ്ഥാപിക്കുന്നതിന് 1984 ഏപ്രിൽ 13 ഇന്ത്യ നടത്തിയ സൈനിക നീക്കമാണ് ഓപ്പറേഷൻ മേഘദൂത്. 1984 ഏപ്രിൽ 13 ഇന്ത്യ നടത്തിയ സൈനിക നീക്കം. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ ആദ്യ വിജയി മുകേഷ് ദലാൽ. ഗുജറാത്തിലെ സൂറത്ത് മണ്ഡലത്തിൽ നിന്ന് മുകേഷ് ദലാൽ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു. കടൽ കൊള്ളക്കാരിൽ നിന്നും കപ്പലുകൾക്ക് സുരക്ഷ നൽകുന്നതിന് ഇന്ത്യൻ നാവികസേന നടപ്പിലാക്കി വരുന്ന ദൗത്യം ഓപ്പറേഷൻ സങ്കൽപ്പ്. കടൽ കൊള്ളക്കാരിൽ നിന്നും കപ്പലുകൾക്ക് സുരക്ഷ നൽകുന്നതിനുള്ള ദൗത്യം ഇന്ത്യൻ നാവികസേനയാണ് നടപ്പിലാക്കി വരുന്നത്. ഓപ്പറേഷൻ സങ്കൽപ്പ്. ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഹൈക്കമ്മീഷണറായി നിയമിക്കപ്പെടുന്ന ആദ്യ വനിത ലിൻഡി ക്യാമറോൺ. ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഹൈക്കമ്മീഷണറായി നിയമിക്കപ്പെടുന്ന ആദ്യ വനിത ലിൻഡി ക്യാമറോൺ. 2024 ഏപ്രിലിൽ ഇന്ത്യൻ നാവികസേനയുടെ മേധാവിയായി നിയമിക്കപ്പെട്ടത് ദിനേശ് കുമാർ ത്രിപാഠി. ഇന്ത്യൻ നാവികസേനാ മേധാവി ദിനേശ് കുമാർ ത്രിപാഠി. 2024 ഏപ്രിലിൽ അലിഗഡ് സർവകലാശാലയുടെ ആദ്യ വനിതാ ചാൻസലറായി നിയമിതയായത് നൈമ ഖാത്തൂൻ. അലിഗഡ് സർവകലാശാലയുടെ ആദ്യ വനിതാ ചാൻസലർ നൈമ ഖാത്തൂൻ. 2024 ഏപ്രിലിൽ ദേശീയ സുരക്ഷാ സേന NSGയുടെ ഡയറക്ടറായി നിയമിതനായത് നളിൻ പ്രഭാത്. ദേശീയ സുരക്ഷാ സേനയുടെ ഡയറക്ടറായി നിയമിതനായത് നളിൻ പ്രഭാത്. മികച്ച ഗോൾ കീപ്പർക്കുള്ള 2023 ഹോക്കി ഇന്ത്യ അവാർഡിന് അർഹനായത് PR ശ്രീജേഷ്. 2024 ഏപ്രിലിൽ മരണപ്പെട്ട മുൻ കേരള ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ പാലിയത്ത് രവിയച്ചൻ. 2024 ഏപ്രിലിൽ ലോകബാങ്കിൻ്റെ സാമ്പത്തിക ഉപദേശക സമിതിയിൽ അംഗമായ ഇന്ത്യക്കാരൻ രാകേഷ് മോഹൻ. ലോകബാങ്കിൻ്റെ പ്രസിഡന്റ് അജയ് ബാങ്കെയാണ്. 2024 ഏപ്രിലിൽ റിസർവ് ബാങ്ക് റിപ്പോർട്ട് 2024 ഏപ്രിലിൽ റിസർവ് ബാങ്ക് റിപ്പോ റേറ്റ് എത്രയായി തുടരാനാണ് തീരുമാനിച്ചത്? 6.5%. റിസർവ് ബാങ്കിൻ്റെ നവതി ആഘോഷങ്ങളുടെ ഭാഗമായി എത്ര രൂപയുടെ നാണയമാണ് 2024 പുറത്തിറക്കിയത്? 90 രൂപയുടെ നാണയം. ഇന്ത്യൻ വനിതാ 2020 ക്രിക്കറ്റ് ടീമിൽ ഇടം നേടിയ മലയാളികൾ: മിന്നുമണി, ആശാ ശോഭന, സജന സജീവൻ. മിന്നുമണി ഡൽഹി ക്യാപിറ്റൽസിലാണുള്ളത്. ആശാ ശോഭന റോയൽ ചലഞ്ചേഴ്സ്, സജന സജീവൻ മുംബൈ ഇന്ത്യൻസ്. 2024 ആശാൻ യുവകവി പുരസ്കാര ജേതാവ് സുബിൻ അമ്പിത്തറയിൽ. രാഷ്ട്രീയ ഇടപെടൽ കാരണം കേന്ദ്ര സാഹിത്യ അക്കാദമി അംഗത്വം രാജിവെച്ച പ്രസിദ്ധ മലയാള സാഹിത്യകാരൻ സി രാധാകൃഷ്ണൻ. കേന്ദ്ര സാഹിത്യ അക്കാദമി അംഗത്വം രാജിവെച്ച പ്രസിദ്ധ മലയാള സാഹിത്യകാരൻ സി രാധാകൃഷ്ണൻ. കേരളത്തിലെ രണ്ടാം സൈലന്റ് വാലി എന്നറിയപ്പെടുന്ന വന്യജീവി സങ്കേതം ചെന്തുരുണി, കൊല്ലം ജില്ലയിലാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ തുമ്പി ഇനങ്ങളുള്ള വന്യജീവി സങ്കേതമാണ് ഇത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ട്രാൻസ്ജെൻഡേഴ്സ് വോട്ടേഴ്സ് ഉള്ളത് ഏത് ജില്ലയിലാണ്? തിരുവനന്തപുരം. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ആദ്യ ട്രാൻസ്ജെൻഡർ സൗഹൃദ പോളിംഗ് ബൂത്ത് ഏർപ്പെടുത്തിയതും തിരുവനന്തപുരത്ത് തന്നെയാണ്. 2024 ഏപ്രിലിൽ ഇൻ്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ്റെ ISPS കോഡ് സർട്ടിഫിക്കേഷൻ ലഭിച്ച കേരളത്തിലെ തുറമുഖം വിഴിഞ്ഞം. ട്രാൻസ്മുദ്ര എന്ന പേരിൽ സംസ്ഥാനത്തെ ആദ്യ ട്രാൻസ്ജെൻഡർ ഫിലിം സൊസൈറ്റി സ്ഥാപിക്കപ്പെട്ടത് എവിടെ? കോഴിക്കോട്. ട്രാൻസ്ജെൻഡർ ഫിലിം സൊസൈറ്റി ട്രാൻസ്മുദ്ര കോഴിക്കോടാണ് സ്ഥാപിച്ചിട്ടുള്ളത്. കേരള ടൂറിസം വകുപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ 2024 അന്താരാഷ്ട്ര സർഫിംഗ് ഫെസ്റ്റിവൽ നടന്നത് എവിടെയാണ്? വർക്കല. അന്താരാഷ്ട്ര സർഫിംഗ് ഫെസ്റ്റിവൽ വർക്കലയിൽ വെച്ചിട്ടാണ് നടന്നത്. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ദാരിദ്ര്യ നിർമ്മാർജ്ജന നഗരസഭ എന്ന നേട്ടത്തിലേക്ക് അടുക്കുന്ന നഗരസഭ